നമുക്ക് ഈ ലെക്ചറിൽ ഫിക്സ്ഡ് സൈസ് സ്ലൈഡിംഗ് വിൻഡോ യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം കാണാം. Given an array, find sum of all contiguous subarrays of size k in it. Input 1, 3, 2, 6, minus 1, 4, k equal to 3. Output 6, 11, 7, 9. Question എന്താ പറഞ്ഞിരിക്കുന്നത്? നമുക്കൊരു അറേയും k എന്ന് പറഞ്ഞൊരു വാല്യൂയും തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പറയുന്നത് സം ഓഫ് ഓൾ കണ്ടിഗ്യൂസ് സബ്അറേസ് ഓഫ് സൈസ് k കണ്ടുപിടിക്കാനാണ്. സൈസ് k വരുന്ന സബ്അറേസ് ഈ ഇൻപുട്ടിൽ ഏതൊക്കെയാണ്? ഇവിടെ കെയുടെ വാല്യൂ 3 ആണ്. അപ്പം 1, 3, 2 ആണ് ഫസ്റ്റ് സബ്അറേ. പിന്നെ 3, 2, 6 ആണ് സെക്കൻഡ് സബ്അറേ. പിന്നെ 2, 6, - 1 ആണ് തേർഡ് സബ്അറേ. പിന്നെ 6, - 1, 4 ആണ് ഫോർത്ത് സബ്അറേ. ഇതിലെ ഓരോ സബ്അറേയുടെ സമ്മ് കണ്ടുപിടിച്ചിട്ട് ഔട്ട്പുട്ടില് റിട്ടേൺ ചെയ്യാനാണ് പറയുന്നത്. ആദ്യത്തെ സബ്അറേയുടെ സമ്മ് എത്രയായിരുന്നു? 1ഉം 3ഉം 2ഉം കൂട്ടി, അപ്പൊ നമുക്ക് 6 കിട്ടി. രണ്ടാമത്തെ സബ്അറേയുടെയോ 3ഉം 2ഉം 6ഉം കൂട്ടി, അന്നേരം നമുക്ക് 11 കിട്ടി. പിന്നെ 2ഉം 6ഉം -1ഉം കൂട്ടി, അപ്പം നമുക്ക് 7 കിട്ടി. 6ഉം -1ഉം 4ഉം കൂട്ടി, അപ്പം നമുക്ക് 9 കിട്ടി. ഇതിന്റെ ബ്രൂട്ട് ഫോഴ്സ് അപ്രോച്ച് എങ്ങനെയായിരിക്കും? എല്ലാ സബ്അറേസും നമ്മൾ കൺസിഡർ ചെയ്യും. എന്നിട്ട് ഓരോ സബ്അറേയുടെയും സമ്മ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് ഒരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഒരു അറയിലോട്ട് നമ്മൾ ആ സംസ് എല്ലാം അപ്പെൻഡ് ചെയ്യും, എന്നിട്ട് റിട്ടേൺ ചെയ്യും. നമുക്ക് ആ കോഡ് ഒന്ന് നോക്കാം. ഡെഫ് ഫൈൻഡ് സം ഓഫ് സബ്അറേ അറേ കെ റിസൾട്ട് equal to empty list n equal to length of array for I in range n minus k plus 1. ഈ I ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് ഓഫ് ഈച്ച് സബ്അറേ ആണ്. സം ഈക്വൽ ടു 0 ഫോർ j ഇൻ റേഞ്ച് I to I plus k. ഈ j എന്ന് പറഞ്ഞ വേരിയബിൾ ഉപയോഗിച്ചായിരിക്കും നമ്മൾ ഓരോ സബ്അറേയിലെയും എലമെന്റ്സിലൂടെ ഐറ്ററേറ്റ് ചെയ്യുന്നത്. സം പ്ലസ് ഈക്വൽ ടു അറേ ഓഫ് j റിസൾട്ട് ഡോട്ട് അപ്പൻഡ് സം. റിസൾട്ട് എന്ന് പറഞ്ഞ ഈ അറയിലായിരിക്കും നമ്മൾ ഔട്ട്പുട്ട് റിട്ടേൺ ചെയ്യുക. റിട്ടേൺ റിസൾട്ട്. ഇതിന്റെ ടൈം കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് nk ആയിരിക്കും. ഇവിടെ എക്സ്ട്രാ സ്പേസ് ഒന്നും നമ്മൾ യൂസ് ചെയ്യാത്തതുകൊണ്ട് സ്പേസ് കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് 1 ആണ്. നമുക്ക് സ്ലൈഡിംഗ് വിൻഡോ ഉപയോഗിച്ച് ടൈം കോംപ്ലക്സിറ്റി എങ്ങനെ ഇംപ്രൂവ് ചെയ്യാൻ നോക്കാം. സ്ലൈഡിംഗ് വിൻഡോ നമ്മൾ ഈ പ്രോബ്ലത്തിൽ യൂസ് ചെയ്യുന്നത് ഒരു ഒബ്സർവേഷൻ ബേസ് ചെയ്തിട്ടാണ്. ആ ഒബ്സർവേഷൻ എന്താണെന്ന് ഞാൻ പറയാം. നമ്മൾ നേരത്തെ ബ്രൂട്ട് ഫോഴ്സിൽ എങ്ങനെയായിരുന്നു ഓരോ സബ്അറേയുടെ സമ്മ് കാൽക്കുലേറ്റ് ചെയ്തത്? ആദ്യത്തെ സബ്അറേ എടുത്തു, എന്നിട്ട് 1 + 3 + 2 ചെയ്ത്. രണ്ടാമത്തെ സബ്അറേയിലോ 3 + 2 + 6 ചെയ്ത്. മൂന്നാമത്തേതിൽ 2 + 6 + -1 ചെയ്ത്. നാലാമത്തേതിൽ 6 + -1 + 4 ചെയ്ത്. ഇതിൽ ഒബ്സർവ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യത്തെ സബ്അറേയുടെ സമ്മ് 1ഉം 3ഉം 2ഉം ആഡ് ചെയ്തിട്ടാണ് നിങ്ങൾ റിസൾട്ട് എന്ന് പറഞ്ഞ അറയിലോട്ട് അപ്പൻഡ് ചെയ്തത്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ സബ്അറേയുടെ സമ്മ് നിങ്ങൾ 3ഉം 2ഉം 6ഉം ആഡ് ചെയ്തിട്ടാണ് ആ റിസൾട്ട് എന്ന് പറഞ്ഞ അറയിലോട്ട് അപ്പൻഡ് ചെയ്തത്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ നമ്മൾ സമ്മ് വീണ്ടും റീകാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ആദ്യമേ നിങ്ങൾ 1ഉം 3ഉം 2ഉം ആഡ് ചെയ്തു. അത് കഴിഞ്ഞ് നിങ്ങൾ 3ഉം 2ഉം 6ഉം രണ്ടാമത്തെ സബ്അറേക്ക് വേണ്ടി വീണ്ടും ആഡ് ചെയ്തു. പക്ഷേ നിങ്ങൾക്ക് ആദ്യത്തെ സബ്അറേയിൽ നിങ്ങൾ 3ഉം 2ഉം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേരം ഈ ആദ്യത്തെ സബ്അറേയിൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂവിൽ നിന്ന് ഈ 3ഉം 2ന്റെയും സമ്മ് നിങ്ങൾക്ക് റീയൂസ് ചെയ്യാൻ പറ്റത്തില്ലേ? ആ ഒരു ഐഡിയ ആണ് നമ്മൾ ഈ പ്രോബ്ലത്തിൽ യൂസ് ചെയ്യുന്നത്. നമ്മൾക്ക് 2 പോയിന്റേഴ്സ് ഉണ്ടായിരിക്കും, എല്ലും ആറും, ടു ഇൻഡിക്കേറ്റ് സ്റ്റാർട്ട് ആൻഡ് എൻഡ് ഓഫ് വിൻഡോ. എല്ലിന്റെ വാല്യൂ ഇനിഷ്യലി 0 ആയിരിക്കും. നമ്മൾ വേരിയബിൾ 6 ഉപയോഗിച്ചിട്ടായിരിക്കും അറയിലൂടെ ട്രാവേഴ്സ് ചെയ്യുക. ഒരു ഫോർ ലൂപ്പിൽ ഈ 6 എന്ന് പറഞ്ഞ വേരിയബിൾ നമ്മൾ യൂസ് ചെയ്യും. അൽഗോരിതം കാണാം. സം പ്ലസ് ഈക്വൽ ടു അറേ ഓഫ് ആർ. If r greater than or equal to k - 1, result dot append sum.
സം മൈനസ് ഈക്വൽ ടു അറേ ഓഫ് എൽ, എൽ പ്ലസ് ഈക്വൽ ടു 1. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇനിഷ്യലി സമ്മിന്റെ വാല്യൂ 0 ആണ്. നമ്മൾ 6 ഉപയോഗിച്ച് ഈ അറയിലൂടെ ട്രാവേഴ്സ് ചെയ്യാണ്. ആദ്യമേ 6 പോയിന്റ് ചെയ്യുന്നത് ഈ 1ലോട്ടാണ്. ഇപ്പം സം പ്ലസ് ഈക്വൽ ടു അറേ ഓഫ് ആർ. അപ്പം സമ്മിന്റെ വാല്യൂ 1 ആയി. ഇഫ് ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ മൈനസ് 1. ആർ എത്രയാണ്? 0 ആണ്. 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ മൈനസ് 1. 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. കെയുടെ വാല്യൂ 3 ആകുമ്പോൾ അല്ല. ഇനി സമ്മിന്റെ വാല്യൂ എത്രയായി? 3ലോട്ട് പോയിന്റ് ചെയ്തപ്പം സമ്മിന്റെ വാല്യൂ 4 ആയി. അതും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ മൈനസ് 1 അല്ല. ഇനി 6 2ലോട്ടാണ് പോയിന്റ് ചെയ്യുന്നത്. ഇപ്പൊ സമ്മിന്റെ വാല്യൂ എത്രയായി? 6 ആയി. 6 ആയപ്പം നമ്മൾ ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യാണ്. ഇഫ് ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ മൈനസ് 1. ഇപ്പൊ 6 2ലോട്ടാണ് പോയിന്റ് ചെയ്യുന്നത്. 2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. അതെ. അന്നേരം നമ്മൾ റിസൾട്ട് എന്ന് പറഞ്ഞ അറയിലോട്ട് 6നെ അപ്പൻഡ് ചെയ്യും. അത് കഴിഞ്ഞ് സം മൈനസ് ഈക്വൽ ടു അറേ ഓഫ് എൽ. ആദ്യത്തെ എലമെന്റിനെ ഈ സമ്മിൽ നിന്ന് നമ്മൾ റിമൂവ് ചെയ്യും. അന്നേരം എത്രയാവും? 6 മൈനസ് 1 5. അത് കഴിഞ്ഞ് നമ്മൾ എല്ലിനെ ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്തു. ഈ എല്ലാണ് സ്റ്റാർട്ടിങ് ഓഫ് ദ സബ്ബറെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എല്ലിനെ മുമ്പോട്ട് മൂവ് ചെയ്തത്. ഇപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സബ്ബറെ 3 to 6 ആണ്. ഇനി 6ലോട്ട് പോയിന്റ് ചെയ്യാണ്. സം പ്ലസ് ഈക്വൽ ടു അറേ ഓഫ് ആർ. അപ്പം 11 ആയി സമ്മ്. ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ മൈനസ് 1. അതെ. അന്നേരം റിസൾട്ട് ഡോട്ട് അപ്പൻഡ് സം. 11നെ നമ്മൾ അപ്പൻഡ് ചെയ്തു. സം മൈനസ് ഈക്വൽ ടു അറേ ഓഫ് എൽ. 3യെ നമ്മൾ റിമൂവ് ചെയ്യാണ്. 3യെ റിമൂവ് ചെയ്തപ്പോൾ എത്രയായി സമ്മ്? 8. ഇനി നമ്മൾ -1ലോട്ട് 6 മൂവ് ചെയ്യാണ്. എൽ എത്രയല്ല ഇപ്പൊ പോയിന്റ് ചെയ്യുന്നത്? 2ല്. 6 -1ല്. 8 - 1 7. സമ്മ് 7 ആയി. നമ്മൾ റിസൾട്ടിലോട്ട് 7 അപ്പൻഡ് ചെയ്തു. സം മൈനസ് ഈക്വൽ ടു അറേ ഓഫ് എൽ. ഈ സബ്ബറയുടെ സ്റ്റാർട്ടിംഗ് എലമെന്റിനെ നമ്മൾ റിമൂവ് ചെയ്തു. അതേതായിരുന്നു? 2 ആയിരുന്നു. 2നെ റിമൂവ് ചെയ്തപ്പോൾ എത്രയായി? 5. എല്ലിനെ മുമ്പോട്ട് മൂവ് ചെയ്തു. എല്ലിപ്പം 6ലോട്ടാണ് പോയിന്റ് ചെയ്യുന്നത്. ലാസ്റ്റ് സബ്ബറയുടെ സ്റ്റാർട്ടിങ്ങിലോട്ട്. 6 ഇപ്പൊ 4ലോട്ട് പോയിന്റ് ചെയ്ത്. ഇപ്പൊ സം എത്രയായി? 9. നമ്മൾ റിസൾട്ടിലോട്ട് 9നെ ആഡ് ചെയ്ത്. അത് കഴിഞ്ഞ് സം മൈനസ് ഈക്വൽ ടു അറേ ഓഫ് എൽ. 6നെ നമ്മൾ റിമൂവ് ചെയ്ത്. അത് കഴിഞ്ഞ് വീണ്ടും എല്ലിനെ ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്ത്. എല്ല് -1ലോട്ട് പോയിന്റ് ചെയ്ത്. പക്ഷെ ഇപ്പൊ ആറിന്റെ വാല്യൂ ലെങ്ത് ഓഫ് അറേ ആയി. അന്നേരം 4 ലൂപ്പിൽ നിന്ന് നമ്മൾ പുറത്തു വന്നു. ഇനി നമ്മൾ റിസൾട്ടിനെ റിട്ടേൺ ചെയ്യും. നമുക്ക് ഈ പ്രോബ്ലത്തിന്റെ കോഡ് നോക്കാം. ഈ പ്രോബ്ലത്തിൽ എന്തായിരുന്നു സംഭവിച്ചേ? നമ്മളൊരു സബ്ബറ എടുക്കുക, അതിന്റെ സമ്മ് കാൽക്കുലേറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് അടുത്ത സബ്ബറയിലോട്ട് പോകുമ്പോൾ പഴയ സബ്ബറയുടെ ഫ്രണ്ടിലുള്ള എലമെന്റിനെ സമ്മിൽ നിന്ന് നമ്മൾ റിമൂവ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് എല്ലിനെ ഫ്രണ്ടിലോട്ട് മാറ്റും, അടുത്ത സബ്ബറയുടെ സ്റ്റാർട്ടിങ്ങിലോട്ട്. ഡെഫ് ഫൈൻഡ് സം ഓഫ് സബ്ബറേ അറേ കെ റിസൾട്ട് ഈക്വൽ ടു empty list, L equal to 0, N equal to length of array, sum equal to 0. For R in range of N,
സം പ്ലസ് ഈക്വൽ ടു അറേ ഓഫ് ആർ. ഇഫ് ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ മൈനസ് 1. ഈ ഒരു കണ്ടീഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എൻഡിങ് ഓഫ് സബ് അറേ തിരിച്ചറിയുന്നത്. റിസൾട്ട് ഡോട്ട് അപ്പൻഡ് സം. സം മൈനസ് ഈക്വൽ ടു അറേ ഓഫ് എൽ. ഒരു സബ് അറേയുടെ എൻഡിങ്ങിൽ എത്തുമ്പോൾ നമ്മൾ ഫ്രണ്ടിലുള്ള എലമെന്റിനെ റിമൂവ് ചെയ്യും. അത് കഴിഞ്ഞ് എല്ലിനെ മുമ്പോട്ട് നീക്കും അടുത്ത സബ് അറേയുടെ സ്റ്റാർട്ടിങ്ങിലോട്ട്. റിട്ടേൺ റിസൾട്ട്. ടൈം കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് n, സ്പേസ് കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് 1. ചാനലിലോട്ട് വരുന്ന പുതിയ ആളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട് ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക.